കൂട്ടുകാർക്ക് പ്രണയതീരത്തിന് ശേഷം ഞാൻ പുതിയ കഥയുമായി വന്നിരിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. കൃത്യമായി ഞാനിത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നോടുള്ള പിണക്കവും പരിഭവവും ഒക്കെ മാറ്റിവെച്ച് കൂട്ടുകാർ കഥയോടൊപ്പം കൂടണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ശിവപാർവണ ഭാഗം 1. രചന സംഭാഷണം രുദ്രപ്രിയ. കതിർമണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. വാദ്യമേളം തുടങ്ങിയപ്പോൾ അവൾ കൈകൾ കൂപ്പി കണ്ണുകൾ ഇറുക്കി അടച്ചു. മുഖത്തിൽ ചൂടുനിശ്വാസവും കഴുത്തിൽ കൈകളുടെ ചൂടും അനുഭവപ്പെട്ടപ്പോൾ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവിളുകളെ ചുംബിച്ചു. ശിവയുടെ കൈകളിലേക്ക് വീണു. മുഖമുയർത്തി ആദ്യമായി ശിവ അവളെ ഒന്ന് നോക്കി. പാർവണ കണ്ണുകൾ തുറന്നു. 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. ശിവയുടെ കണ്ണുകളിലെ ഭാവം വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ പാർവണയിൽ തികഞ്ഞ നിസ്സഹായതയായിരുന്നു. ചുറ്റുമുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന 2 വ്യക്തികൾ മാത്രമായി അവർ. സീമന്തരേഖയിൽ ഒരു നുള്ളു സിന്ദൂരത്താൽ ചുവപ്പിച്ച് പ്രഭാകര മേനോൻ മകളുടെ കയ്യിൽ ശിവയുടെ കൈകൾ ചേർത്ത് വെച്ചു. അച്ഛനോടും അമ്മയോടും പവിത്രയോടും യാത്ര പറഞ്ഞ് പാർവണ ശിവയോടൊപ്പം പുറപ്പെട്ടു. കാറിലേക്ക് കയറുമ്പോൾ അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ക്രമാതീതമായി ഉയർന്ന ഹൃദയതാളം നിയന്ത്രിക്കാൻ അവൾക്ക് കഴിയാതെയായി. ശിവ ഗ്ലാസ്സിലൂടെ പാർവണയിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും കാർ പത്മതീർത്ഥം എന്ന ആഡംബര രീതിയിൽ പഴമ ഒട്ടും ചോരാതെ പണിത 4 കെട്ടിലേക്ക് വന്നു നിന്നു. ശിവ ഡോറ് തുറന്നു പുറത്തേക്ക് ഇറങ്ങി. പാർവണ വിറയ്ക്കുന്ന കാലടിയുമായി ശിവയ്ക്ക് പിന്നാലെ ഇറങ്ങി. ഡോറടച്ചു. കാലുകൾക്ക് തളർച്ച തോന്നി പാർവണയ്ക്ക്. ശിവയ്ക്കും പാർവണയ്ക്കും ആരതി ഒഴിഞ്ഞ് സേതുലക്ഷ്മി നിലവിളക്ക് അവൾക്ക് നേർക്ക് നീട്ടി. പാർവണയുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു. കൃഷ്ണമണികൾ മേൽപോട്ട് കയറി. പാർവണ ഒരു ആശ്രയത്തിനായി കൈകൾ നീട്ടി. ശിവ തിരിഞ്ഞു നോക്കുമ്പോൾ പാർവണ താഴേക്ക് ഊർന്നു വീണു. ശിവ അവളെ വേഗം വലിച്ച് നെഞ്ചത്തേക്ക് ചേർത്തു. അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. വാടിയ താമരപ്പൂവ് പോലെ അവൾ ശിവയുടെ നെഞ്ചത്തേക്ക് വീണു. സേതുലക്ഷ്മി നിലവിളക്ക് താഴെ വെച്ചു. ശിവയുടെ അടുത്തേക്ക് വന്നു. മോനെ ശിവ, മോൾക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ലമ്മേ, ഓവർ സ്ട്രെസ്സാണെന്ന് തോന്നുന്നു. ശിവ വേഗം അവളെ 2 കൈയിലും കോരിയെടുത്ത് വീടിനുള്ളിലേക്ക് കയറി. എന്നാലും എൻ്റെ സേതു, വലതുകാല് വെച്ച് വേണം പുതുപ്പെണ്ണ് ചെക്കൻ്റെ വീട്ടിൽ കയറേണ്ടത്. ഇതിപ്പോൾ സുഭദ്രേ. ആ ഒച്ചയിൽ പറയാൻ വന്നത് പാതിയിൽ നിർത്തി സുഭദ്ര. അല്ലേട്ടാ, ഞാനോരോ വേണ്ട, നിന്റെ നാവ് വളച്ചാൽ നല്ലത് വരില്ല. രാജശേഖര മേനോൻ്റെ ചോദ്യം കേട്ട് സുഭദ്ര പിന്നെ ഒന്നും മിണ്ടിയില്ല. സേതു, നീ മുകളിൽ പോയി നോക്ക്, മോൾക്ക് എങ്ങനെയുണ്ടെന്ന്. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച ഇവിടെ പാടില്ല. കല്യാണം കൂടുവാൻ വന്നവർ അങ്ങിങ്ങായി കൂടി നിന്നു. പുതുശ്ശേരി തറവാട്ടിലെ കരുണാകരൻ മേനോനും സാവിത്രയ്ക്കും 2 മക്കൾ, രാജശേഖരനും സുഭദ്രയും. പാരമ്പര്യമായി ഒരുപാട് ഭൂസ്വത്തുള്ള കുടുംബം. പത്മതീർത്ഥം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു കരുണാകര മേനോൻ. അച്ഛൻ്റെ മരണശേഷം രാജശേഖരൻ ആ പ്രൗഢി അതുപോലെ നിലനിർത്തി. രാജശേഖരന് സേതുലക്ഷ്മിക്കും 2 മക്കൾ, ശ്രീശിവയും ശ്രീപ്രിയയും. ശിവയാണ് പത്മതീർത്ഥം ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അച്ഛനെപ്പോലെ തന്നെ കാർക്കശ്യ സ്വഭാവമാണ് ശിവയ്ക്കും. ഈ ചെറുപ്രായത്തിൽ തന്നെ യൂത്ത് ബിസിനസ് ഐക്കൺ അവാർഡ് ഉൾപ്പെടെ ശിവയെ തേടി ഒരുപാട് അവാർഡുകൾ എത്തിയിട്ടുണ്ട്. പ്രമുഖ മാഗസീൻ്റെ കവർ പേജുകളിൽ നിറസാന്നിധ്യമാണ് ശ്രീശിവ. 27 വയസ്സ് പ്രായം, 6 അടി പൊക്കം, അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് ഭംഗിയുള്ള ശരീരം, കട്ടിമീശ, വലത് കൈയിൽ സ്വർണം കെട്ടിയ ബ്രേസ്ലെറ്റ്. ശിവ പാർവണയെ ബെഡിലേക്ക് കിടത്തി. നിവരുമ്പോൾ അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചിരുന്നു. ശിവ അവളുടെ വിരലുകൾ വിടുവിച്ചു. അപ്പോഴാണ് ശിവ അത് ശ്രദ്ധിച്ചത്. അവളുടെ വയർഭാഗത്ത് നിന്നും മാറിക്കിടന്ന സാരി ശിവ നേരെ പിടിച്ചിട്ടു. സേതുവും പ്രിയയും മുറിയിലേക്ക് കയറി വന്നു. ശിവ വിളിച്ചതനുസരിച്ച് ഡോക്ടർ സുമിത്രയും എത്തി. എല്ലാ പേരും മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. സുമിത്ര പാർവണയെ പരിശോധിച്ചു. പേടിക്കാനൊന്നുമില്ല സേതു, ഓവർ സ്ട്രെസ്സാണ്. BP ചെറുതായി കൂടി, അതാണ് അൺകോൺഷ്യസ് ആയത്. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ശിവയോട് യാത്ര പറഞ്ഞ് സുമിത്ര പോയി. മോളെ, നീ ഏട്ടത്തിയുടെ അടുത്തിരിക്കുക.
ഞാൻ താഴേക്ക് ചെല്ലട്ടെ? വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവർ താഴെയുണ്ട്. സേതു ശിവയെ ഒന്ന് നോക്കി പ്രിയയെ അവളുടെ അടുത്തിരുത്തി താഴേക്ക് പോയി. നമുക്കെല്ലാം അറിയുന്നതല്ലേ, അവൾക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ സമയം വേണം ശിവ. നമ്മൾ അറിയുന്നതല്ലേ കുഞ്ഞുനാളിലെ അവളെ. ഞാൻ താഴേക്ക് ചെല്ലട്ടെ? മോനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സേതു താഴേക്കിറങ്ങി. ശിവ പാർവണയെ ഒന്ന് നോക്കി. മോളെ, വർണ്ണ എണീക്കുമ്പോൾ ഈ വച്ചുകെട്ടലൊക്കെ ഒന്ന് ഇളക്കി മാറ്റാൻ നീ സഹായിക്കരുത്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, പ്രിയയോട് പറഞ്ഞുകൊണ്ട് ശിവ വാഷ്റൂമിലേക്ക് പോയി. രാജ, എൻ്റെ മോൾ. അവൾക്ക് ഒരച്ഛൻ്റെ വേദനയോടെ പ്രതാപൻ രാജശേഖരനെ നോക്കി. ഒന്നുമില്ലടോ, മോൾക്ക് ഓവർ സ്ട്രെസ്സ്, BP ഒന്ന് കൂടി. ഡോക്ടർ വന്ന് നോക്കി. കുഴപ്പമൊന്നുമില്ല. താൻ ആവശ്യമില്ലാത്ത ടെൻഷൻ ആവണ്ട. പിന്നെ ഭാമയോട് പറയാൻ നിൽക്കണ്ട. രാജ, എനിക്കെൻ്റെ മോളെ കാണണം. അത് വേണ്ടടോ, അവൾക്ക് വീണ്ടും അത് സങ്കടമാവും. പിന്നെ റിസപ്ഷൻ പരിപാടി ഒന്ന് മാറ്റിവെക്കാൻ ഞാൻ ശിവയോട് പറയാം. അവളൊന്ന് ഓക്കെ ആവട്ടെ. എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക. രാജേട്ടാ, മോൾ ഉണർന്നില്ലേ? സുഭദ്രേ, ഇനി പ്രശ്നം ഉണ്ടാകുമോ? അവൾ വർണ്ണമോൾ ആ ട്രാജഡിയിൽ നിന്നും റിക്കവർ ആവുന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ അത് സമ്മതിക്കില്ല ഞാൻ ആരെയും. എന്നാൽ സുഭദ്രേ, വലതുകാല് വെച്ച് കയറേണ്ട പെണ്ണിനെ എടുത്തുകൊണ്ട് കയറേണ്ടി വന്നില്ലേ ശിവമോന്? കല്യാണം കൂടാൻ വന്ന പരദൂഷണ കമ്മിറ്റിയിലെ ചേച്ചിയാണ് സംസാരത്തിന് തുടക്കമിട്ടത്. എന്തിന് പറയുന്നു? ഒരു രണ്ടാം കെട്ടുകാരിയെ കിട്ടിയുള്ളൂ പത്മതീർത്ഥത്തിലെ ശ്രീശിവയ്ക്ക്. സുഭദ്രേ, നിനക്കൊരു മോളില്ലേ സൂര്യ? അവൾക്ക് എന്താ ഒരു കുറവ്? ഒന്നും പറയണ്ട ചേച്ചി, എൻ്റെ മോൾ അവൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ്. പക്ഷെ അവന് രണ്ടാം കെട്ടുകാരിയെ മതി. പറഞ്ഞിട്ട് കാര്യമില്ല. സുഭദ്രയെ നീയൊന്ന് നിർത്തുന്നുണ്ടോ? വർണ്ണമോളെ ഞങ്ങൾക്കറിയാം, കുട്ടിക്കാലം മുതൽ. പിന്നെ ഈ പറയുന്ന രണ്ടാം കെട്ട്, വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലുണ്ടായ ആക്സിഡൻറ്റ്, അതിലാ പയ്യൻ മരിച്ചു. അതിൽ നിന്നും വർണ്ണമോൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 1 വർഷം ട്രീറ്റ്മെൻറ്റ് നടത്തിയാണ് അവളൊന്ന് ഓക്കെ ആയത്. എന്നാൽ പിന്നെ ഇതുപോലെയുള്ള ഒരു പെണ്ണിനെ ശിവയുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നേ? അതിന് എൻ്റെ തലയിൽ ആരും വർണ്ണയെ കെട്ടിവെച്ചതല്ലല്ലോ അപ്പച്ചി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളുമായി ശിവ. മോനെ ശിവ. അമ്മായി. വേണ്ട അമ്മായി, ഞാൻ കേട്ടതാണെല്ലാം. ഈ ശിവ ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതെൻ്റെ വർണ്ണയാണ്. ഇനി ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കാൻ ഈ ശ്രീശിവ ആരെയും അനുവദിക്കില്ല. പ്രിയയോടൊപ്പം സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന വർണ്ണയുടെ കാതുകളിലൂടെ ആ വാക്കുകൾ തുളച്ചു കയറി. ഹൃദയത്തിൽ ആരോ മൂർച്ചയുള്ള കത്തികൊണ്ട് വരയുന്നത് പോലെ തോന്നി. ശിവ നോക്കുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് കണ്ണു നിറച്ച് നിൽക്കുന്നു വർണ്ണ. അവളെയും കടന്ന് ശിവ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ഛാ, ശിവയുടെ വിളി കേട്ട് രാജശേഖരൻ അവൻ അടുത്തേക്ക് വന്നു. എന്താടാ? അച്ഛ, റിസപ്ഷൻ നമുക്ക് വർണ്ണ ഒന്ന് ഓക്കെ ആകുന്നത് വരെ മാറ്റിവെക്കാം. സ്റ്റാഫിനെയും മറ്റും വിളിച്ച് അച്ഛനൊന്ന് പറയണം. എന്തിനാടാ നീ ഇത്രയും സ്നേഹം ഉള്ളിൽ മറച്ചു വെച്ച് ആ കൊച്ചിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്? ഒരിക്കലെങ്കിലും നിനക്ക് അവളോട് ഇഷ്ടം പറയാമായിരുന്നില്ലേ? അച്ഛൻ ചോദിക്കുമ്പോൾ വിധിയെ മറികടക്കാൻ ആർക്കും ആവില്ല. എന്തായാലും ഇന്നവൾ നിനക്ക് സ്വന്തമാണ്. പക്ഷേ അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം എൻ്റെ മോൻ. പ്രതാപനും ഞാനും ആത്മസുഹൃത്തുക്കളെന്നതിലുപരി സഹോദരങ്ങളെ പോലെയാണ്. എനിക്കെല്ലാം അറിയുന്നതല്ലേ അച്ഛാ. ശിവമുറിയിലെത്തുമ്പോൾ കുളിച്ച് വേഷം മാറി വർണ്ണ ബെഡിലിരുന്നു. ഇളം പെങ്ക് നിറത്തിലുള്ള സൽവാറാണ് വേഷം. നെറ്റിയിലെ സിന്ദൂരത്തിലും നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലും ശിവയുടെ നോട്ടം ചെന്ന് നിന്നു. ശിവ വർണ്ണയുടെ അടുത്തേക്ക് ചെന്നു. വർണ്ണ വേഗം എഴുന്നേറ്റു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ശ്രീശിവ എന്ന പേര് കൊത്തിയ താലി കയ്യിലെടുത്ത് ചുണ്ടോട് ചേർത്തു. ശിവ താലിയെ ചുണ്ടോട് ചേർത്തു. പാർവണ മുഖം തിരിച്ചു നിന്നു. താലി പതിയെ തിരികെ ഇട്ടു. താലി കെട്ടിയ പേരിൽ ഞാൻ ഒരു അവകാശത്തിനും വരില്ല വർണ്ണ. എൻ്റെയും നിൻ്റെയും നിശ്വാസവും എന്നിലെയും നിന്നിലെയും പ്രണയവും ഒന്നാകുന്നൊരു നിമിഷം അന്ന് ഞാൻ നിന്നെ അറിഞ്ഞു തുടങ്ങും വർണ്ണ. എല്ലാ അർത്ഥത്തിലും നീ ശ്രീശിവയുടെ മാത്രം പാർവണയായി മാറും. അതുവരെ ഞാൻ കാത്തിരിക്കും. എന്നോടുള്ള പ്രണയത്തിൻ്റെ തിരയിളക്കം എന്ന് നിൻ്റെ കണ്ണുകളിൽ കാണുന്നുവോ അന്ന് മുതൽ ശ്രീശിവ വർണ്ണയെ. അതുവരെ നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം. എൻ്റെ മുന്നിൽ ഇനിയും നീ മൗനത്തിൻ്റെ മൂടുപടം അണിയല്ലേ വർണ്ണ. ഈ നിരാശയുടെ പടുകുഴിയിൽ നിന്നും ആ കണ്ണുകളെ നീ സ്വതന്ത്രയാക്കും മോളെ. നിനക്ക് ചുറ്റുമുള്ളവരുടെ മുഖം നീ ഓർത്തു നോക്ക്. ഒന്നും നിൻ്റെ തെറ്റല്ല. അതാദ്യം നീ മനസ്സിലാക്ക്. അത്രയും പറഞ്ഞ് ശിവവേഗ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. പാർവണ കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങൾ തന്നെ ചിന്തിച്ചു. ബെഡിലിരുന്നു. ഇല്ല, ശ്രീശിവയ്ക്ക് ഒരിക്കലും ചേർന്ന പെണ്ണല്ല പാർവണ. എൻ്റെ ദോഷം കൊണ്ടല്ലേ അദ്ദേഹം എന്നെ വിട്ടു പോയത്.
ഇനി ഞാൻ കാരണം ശിവേട്ടന് കൂടി വല്ലതും സംഭവിച്ചാൽ ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. പാർവണ തളർച്ചയോടെ ബെഡിലേക്ക് വീണു. എപ്പോഴും അവളൊന്ന് മയങ്ങി. ഇടയ്ക്ക് ശിവ വരുമ്പോൾ വർണ്ണ ഉറങ്ങുന്നത് കണ്ട് ശല്യം ചെയ്തില്ല. ശിവ, മോളിവിടെ? അവൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. നീ അവളെ വിളിച്ച് താഴേക്ക് വാ. ഞാൻ കഴിക്കാൻ വിളിക്കാൻ ചെല്ലുമ്പോൾ അവൾ നല്ല ഉറക്കത്തില്ല അമ്മേ. എന്നാൽ കിടന്നോട്ടെ, ക്ഷീണം കാണും. ഉണരുമ്പോൾ വിളിച്ച് ഭക്ഷണം കൊടുത്തോളാം. നീ വാ. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഇപ്പോൾ പോണോ മോനെ? വേണോ അമ്മ? ശിവ അതും പറഞ്ഞ് കാറിൻ്റെ കീയുമായി പുറത്തേക്ക് പോയി. ശിവയുടെ കാർ ബീച്ച് റോഡിലൂടെ ലക്ഷ്യമില്ലാതെ പാഞ്ഞു. ഒടുവിലേറെ ദൂരം പിന്നിട്ട് കടൽപ്പാലത്തിന് മുന്നിൽ ചെന്ന് നിന്നു. വർദ്ധിച്ച ഹൃദയഭാരത്തോടെ ശിവ കാറിൽ നിന്നിറങ്ങി. താലി കെട്ടി താൻ സ്വന്തമാക്കിയ പ്രണയം പാർവണ. അവൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ സമയം ആവശ്യമാണെന്നതും അറിയാം. പക്ഷേ കൺമുന്നിൽ അവളിപ്പോൾ ഉള്ളപ്പോൾ നിയന്ത്രണം നഷ്ടമാകുന്നു. വേദനിക്കുന്നവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ തോന്നുന്നു. ഒരിക്കലും തനിച്ചാക്കില്ല എന്ന് പറയുമെങ്കിലും ആ നെറുകയിൽ ചുംബിക്കാനും തോന്നുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിൽ കാണുന്ന തന്നോടുള്ള അന്യനെ പോലെയുള്ള ഭാവം അത് കൊല്ലാതെ കൊല്ലുന്നു. ശിവ ഏറെ നേരം ആ മണലിൽ കിടന്നു. എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം പെണ്ണേ. നിൻ്റെ കണ്ണിൽ ഞാൻ എന്നോടുള്ള പ്രണയം തുളുമ്പിപ്പിക്കും. നീ ശ്രീശിവയോടുള്ള പ്രണയം കാരണം വീർപ്പ് മുട്ടും. ഇനി എൻ്റെ ശ്രമം മുഴുവനും അതിനു വേണ്ടിയാണ്. പ്രിയ ചെല്ലുമ്പോൾ പാർവണ ഉറക്കം കഴിഞ്ഞുണർന്നു. ആഹാ, ഏട്ടത്തി ഉണർന്നോ? ഞാൻ വിളിക്കാൻ വരുമായിരുന്നു. വന്നേ, നേരെ ഒരുപാടായി. എല്ലാവരും അവിടെ ഏട്ടത്തിയെ കാത്തിരിക്കുക. ഞാനൊന്ന് ഫ്രഷായി വരാം പ്രിയ. പാർവണാഥം പറഞ്ഞ് റൂമിലേക്ക് പോയി. സേതു കഴിക്കാനെല്ലാം എടുത്തു വച്ചു. രാജശേഖരനും സുഭദ്രയും മകൾ സൂര്യഗായത്രി, ബാലചന്ദ്രൻ എല്ലാവരും കഴിക്കാനിരുന്നു. പ്രിയയും പാർവണയും അവർക്കൊപ്പം ഇരുന്നു. സേതുവും ജാനകിയും കൂടി എല്ലാ പേർക്കും ഭക്ഷണം വിളമ്പി. പാർവണയുടെ കണ്ണുകൾ ആരെയോ തിരഞ്ഞു. ഒടുവിൽ പ്രതീക്ഷിച്ച ആളെ കാണാതെ പ്ലേറ്റിൽ വെറുതെ ചിക്കിയിരുന്നു. വർണ്ണമോൾ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ? എനിക്ക് വിശപ്പില്ല ആൻറ്റി. അത് പറഞ്ഞാൽ പറ്റില്ല. ഉച്ചയ്ക്ക് മോള് കാര്യമായി ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് മോള് കഴിക്ക്. സൂര്യഗായത്രി വർണ്ണയെ തന്നെ നോക്കി. നീണ്ടു വിടർന്ന വലിയ കണ്ണുകളാണ് വർണ്ണയ്ക്ക്. അധികം മേക്കപ്പ് ഒന്നുമില്ല. നെറ്റിയിലെ സിന്ദൂരം വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. അത് ഒരു കുഞ്ഞു പൊട്ടും. മൂക്കിൽ താമര ഇതൾ പോലെ 3 ഇതൾ മൂക്കുത്തി. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു വെള്ളക്കല്ല്. ചുണ്ടിൻ്റെ താഴെ കുഞ്ഞു കറുത്ത കാക്കപ്പുള്ളി. അതവളുടെ ചുണ്ടുകൾക്ക് ഭംഗി കൂട്ടുന്നു. കവിളിൽ നുണക്കുഴി, നിതംബം മറഞ്ഞ മുടിയും. ആരും കണ്ടെടുക്കാതെ നോക്കും. അത്രയ്ക്ക് ചേലാണ് പെണ്ണിന്. എന്നാലും കൊള്ളാം. സ്വന്തം ഭർത്താവ് എവിടെയെന്ന് പോലും അന്വേഷിക്കാതെ ഭാര്യമാരുണ്ടോ? എൻ്റെ കുഞ്ഞ് എവിടെ ഇറങ്ങിപ്പോയോ എന്തോ. ഇവിടെ അത് തീർക്കാൻ ആരുമില്ല. പുതിയ മരുമോൾ വന്നപ്പോൾ പത്മതീർത്ഥത്തിലെ പുതിയ പരിഷ്കാരങ്ങൾ തുടങ്ങി. ഇന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരെയും കയ്യിലെടുത്തോ. എന്നാലും എൻ്റെ നാത്തൂനെ, സ്വന്തം മോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അന്വേഷിക്കാതെ ഇങ്ങനെ മരുമോളെ പ്രീതിപ്പെടുത്തണോ? എൻ്റെ ശിവ, ഇനി വണ്ടി ഓടിച്ചു വല്ല അപകടവും സംഭവിച്ചോ? പറഞ്ഞു തീരുന്നുമ്പേ ബാലചന്ദ്രൻ്റെ കൈ വായുവിൽ ഉയർന്നതാണു. സുഭദ്രയുടെ കവിൾ പുകച്ചൊന്ന് കെട്ടി. ഇത് നീ ചോദിച്ചു വാങ്ങിയതാ സുഭദ്രേ. നമ്മൾക്കും ഉണ്ട് ഒരു മോള്. അവൾ നാളെ മറ്റൊരു വീട്ടിൽ പോകാനുള്ളതാണ്. അതെങ്കിലും നീ ഓർക്കണമായിരുന്നു. സൂര്യഗായത്രിയും സേതുവും പ്രിയയും ഒക്കെ ഞെട്ടിയിരിപ്പാണ്. വർണ്ണയുടെ കണ്ണുനീർ കവിളിനെ ചുംബിച്ച് നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് വീണു പൊള്ളി. അവൾ വേഗം കണ്ണുകൾ അമർത്തി തുടച്ചെഴുന്നേറ്റു. മോളൊന്നും കഴിച്ചില്ലല്ലോ. സേതു അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി. എനിക്ക് വേണ്ട ആൻറ്റി. അത് പറഞ്ഞാൽ പറ്റില്ല. രാജശേഖരൻ വർണ്ണയുടെ അടുത്തേക്ക് നീങ്ങി ചോറ് വാരി അവളുടെ വായിൽ വെച്ചു കൊടുത്തു. വർണ്ണ കൊച്ചുകുട്ടിയെപ്പോലെ അയാളുടെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. അയ്യേ, കരയുന്നോ? മോളിങ്ങനെ കരയാതെ. അയാൾ അവളുടെ ചുമലിൽ തഴുകി. എൻ്റെ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടാതെ. സുഭദ്ര വർദ്ധിച്ച ദേഷ്യത്തിൽ ചവിട്ടിക്കുടുക്കി അവിടെ നിന്ന് പോയി. മോൾ അവൾ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഞങ്ങൾക്ക് ആർക്കും മോളോട് ഒരു ദേഷ്യവും ഇല്ല. അവളുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. ബാലചന്ദ്രൻ വർണ്ണയുടെ നെറുകയിൽ തലോടി. വർണ്ണിച്ച് അമ്മ പറയുന്ന കേട്ട് കരയാൻ നിന്ന മോശം തന്നെ. ഞങ്ങളുടെ ശിവേട്ടൻ്റെ വർണ്ണക്കൊച്ച് ഇങ്ങനെ ഒരു പാവമായാലോ? സൂര്യ പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട. അവനൊരു ഡ്രൈവ് പോയതാണ്, എന്നോട് പറഞ്ഞു. മോൾ ഉറക്കമാണെന്നും വിളിച്ച് ആഹാരം കൊടുക്കണമെന്നൊക്കെ. അവനിങ്ങി വന്നോളും. മോള് പോയി കൈ കഴുകി വാ. വർണ്ണ കൈ കഴുകി വരുമ്പോൾ സേതു അവളെയും കൂട്ടി മുറിയിൽ പോയി. കടും പച്ച നിറത്തിലുള്ള ബ്ലൗസ്, അതിന് ചേർന്ന് വീതി കരയുള്ള സെറ്റ് മുണ്ട് ഉടുപ്പിച്ചു. അപ്പോഴേക്കും സൂര്യയും പ്രിയയും കൊരുത്തു വെച്ച മുല്ലമാലയുമായി വന്നു.
മുടി വിടർത്തിയിട്ട് മുല്ലപ്പൂവ് ചൂടി. സേതു ആഭരണപ്പെട്ടിയിൽ നിന്നും മുല്ലമൊട്ട് മാലയെടുത്ത് വർണ്ണയെ അണിയിച്ചു. മോളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ആൻറ്റിക്ക് അറിയാം. എന്നാൽ ഇതൊരു ചടങ്ങ്, അതുകൊണ്ട് പരിഭ്രമിക്കുകയൊന്നും വേണ്ട. പ്രിയ കയ്യിൽ കൊടുത്ത പാൽ ഗ്ലാസും വാങ്ങി വർണ്ണ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് കയറുമ്പോൾ വർണ്ണയുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് ഒന്ന് വിറച്ചു തുളുമ്പി. അവൾ ഗ്ലാസ് മേശയിൽ വച്ചു. കട്ടിലിൽ ചാരിയിരുന്നു. പുറത്ത് ചെറുതായി ചാറ്റൽ മഴ തുടങ്ങി. ഇളം കാറ്റിൽ ഞെട്ടറ്റ് വീണ ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം മുറിയിലേക്ക് വീശി. പാർവണ കണ്ണുകൾ ഇറുക്കി അടച്ചു. അപ്പോഴേക്കും പുറത്ത് മഴ ശക്തിയായി. അവൾ വേഗം കണ്ണുകൾ തുറന്നു. ശിവേട്ടൻ ഇതുവരെ എത്തിയില്ല. വീണ്ടും ചിന്തകൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറി പറന്നു. അവൾ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന താലിയിൽ അമർത്തിപ്പിടിച്ചു. കോരിച്ചൊരിയുന്ന മഴയിൽ ശിവ വളരെ പതിയെയാണ് ഡ്രൈവ് ചെയ്തത്. വീടെത്തുമ്പോൾ വൈകി. ശിവ വേഗം കാറിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്ക് ഏകദേശം അവൻ നനഞ്ഞിരുന്നു. വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു തന്നെയും കാത്തിരിക്കുന്ന അച്ഛനെയും അമ്മയും. എന്താ ശിവ ഇത്രയും വൈകിയേ? നീ ഈ ചെയ്തത് ശരിയായില്ല. സേതു, അവൻ വന്നല്ലോ. ഇനി അവനെ ശകാരിക്കേണ്ട. അവൻ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റട്ടെ. ശിവ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വർണ്ണ കട്ടിലിൽ ചാരിയിരിക്കുന്നു. കാൽപ്പര്യമാറ്റം കേട്ട് നോക്കുമ്പോൾ മുന്നിൽ ശിവ. അവൾ വേഗം ഓടി അവനടുത്തേക്ക് വന്നു. ശിവയുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അവൻ്റെ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ശിവ പെട്ടെന്നുണ്ടായ അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ വർണ്ണ വേഗം അവനിൽ നിന്ന് അകന്നു മാറി. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അറിയാതെ. വർണ്ണ വേഗം കട്ടിലിൻ്റെ ഒരറ്റം ചേർന്ന് കിടന്നു. ശിവ എന്താണിപ്പോൾ സംഭവിച്ചതെന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ നേരെ ഫ്രഷാകാൻ പോയി. അപ്പോഴേക്കും അവൻ്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ശിവ ഫ്രഷായി വരുമ്പോൾ വർണ്ണ നല്ല ഉറക്കത്തിലായിരുന്നു. ശിവ ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. അടുത്തുള്ള സെറ്റിയിലേക്ക് കിടന്നു. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു. ഓർമ്മകളിലേക്ക് അവൻ്റെ മനസ്സും സഞ്ചരിച്ചു. തുടരും. പിള്ളേരെ, കഥ നമുക്ക് പ്രസൻറ്റും പാസ്റ്റും ചേർത്ത് കൂട്ടി പറഞ്ഞു പോകാം. എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു.